ആതിര, കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ചർച്ചയായ ഒരു കേസായിരുന്നു വഞ്ചൂർ കോടതിയിലെ യുവ അഭിഭാഷകയായ ശ്യാമികയെ മർദ്ദിച്ച കേസ്. അതിലെ പ്രതിയായ ബെയിലിൻ ദാസ് ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്ന് തുമ്പ പോലീസാണ് ഇയാളെ അല്പസമയം മുമ്പ് പിടികൂടിയത്. കഴിഞ്ഞ 2 ദിവസമായി, ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ് ഈ സംഭവം നടന്നിട്ടുള്ള 3ാമത്തെ ദിവസമാണ്. പക്ഷേ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ടും ഇയാളെ പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ബെയിലിൻ ദാസിനെ വഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ്. തുമ്പ പോലീസാണ് പിടിച്ചതെങ്കിലും ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വഞ്ചൂർ കോടതിയുടെ പരിധിയിലുള്ള ഒരു കാര്യമല്ലേ, കോടതി തീരുമാനിക്കട്ടല്ല. ഞാനെല്ലാം കോടതിയോട് പറയാം. അതിനാ ഇപ്പോൾ ബെയിലിൻ ദാസാണ് പ്രതികരിച്ചിരിക്കുന്നത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്, അതുകൊണ്ട് താൻ എല്ലാ കാര്യങ്ങളും കോടതിയോട് പറയാം എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ബെയിലിൻ ദാസ് നടത്തിയിരിക്കുന്നത്. നാളെ ഇപ്പോൾ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ്. അല്പസമയം മുമ്പ് തുമ്പ പോലീസ് ഇയാളെ സ്റ്റേഷൻ കടവിൽ നിന്നും പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ വഞ്ചൂർ സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിച്ചിരിക്കുകയാണ്. കാരണം വഞ്ചൂർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇയാളെ ഇപ്പോൾ വഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറഞ്ഞുകൊണ്ടാണ് അതിനായി ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വഞ്ചൂർ സ്റ്റേഷൻ പരിധിയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ശ്യാമിയെ ഏതാണ്ടൊരു 12:30 ഉച്ചയ്ക്ക് ഇയാൾ മർദ്ദിക്കുന്നത്. നമ്മൾ ശ്യാമിയുടെ മുഖത്തെ ആ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെയും കണ്ടതാണ്. അതിക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റ അവരുടെ മുഖം നമ്മൾ കണ്ടതാണ്. കേരള മനസാക്ഷി എല്ലാവരും തന്നെ ചോദിച്ചാണ്, ഒരു സ്ത്രീയെ അത്തരത്തിൽ മർദ്ദിക്കാൻ പാടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അതിപ്പോൾ എന്താണ് കാരണമെന്ന് ശ്യാമിന് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഓഫീസിലെ ഇരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ അവിടുത്തെ മറ്റൊരു സ്ത്രീയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫീസിലെ തന്നെ 2 ശ്യാമിലിയും അതുപോലെ തന്നെ അവിടുത്തെ മറ്റൊരു ജീവനക്കാരിയുമായി ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇവരെ ഓൺ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അത് സമ്മതിച്ചില്ല. അതുകൊണ്ട് താൻ തന്നെ പോയി സംസാരിച്ച സമയത്താണ് എന്തിന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് തന്നെ മർദ്ദിച്ചത് എന്നുള്ള കാര്യം ശ്യാമിലി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നതാണ്. അതിന് പിന്നാലെ തന്നെ ഈ ശ്യാമിലി ഇത്തരത്തിൽ വലിയ രീതിയിൽ മർദ്ദനമേറ്റ, പ്രത്യേകിച്ച് അവർ 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയാണ്. അത് മാത്രമല്ല, താൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും ബെയിലിൻ ദാസ് തന്നെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യം പോലും അന്നവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതിനൊക്കെ പിന്നാലെയാണ് നേരത്തെ ശ്യാമിലി മാധ്യമങ്ങളോട്, നമ്മൾ മീഡിയ വണ്ണോട് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോഴും അവർ ആ കാര്യം പറഞ്ഞതാണ്. വലിയ രീതിയിലുള്ള പിന്തുണ തനിക്ക് പലയിടങ്ങളിൽ നിന്നും ഇത് പറഞ്ഞതിന് ശേഷം ലഭിച്ചിട്ടുണ്ട്. അതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും ഒപ്പം നിന്നു. ഇന്നിപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിലും താൻ തൃപ്തയാണ്. ഇനിയിപ്പോൾ ബെയിലിൻ ദാസിനെ പിടിക്കുവാൻ സാധിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ കേസ് അതിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള ഒരു കാര്യമായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെയാണ് പ്രതിയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്നുള്ള മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാകും?